ഡോക്ടർ ഐസക് 2016-17 ബജറ്റിൽ പറഞ്ഞിരുന്നു 1,00,000 മുളം തൈകൾ വച്ചു പിടിപ്പിക്കും. എനിക്ക് വലിയ സന്തോഷം തോന്നിയിരുന്നു അന്ന്. പക്ഷെ ഒരു മുളം തൈ എങ്കിലും വച്ചു പിടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞോ? അദ്ദേഹം 5 വർഷത്തെ മന്ത്രിസ്ഥാനം വിട്ടു പോകുന്നതിന് മുൻപ് കഴിഞ്ഞില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വയനാട്ടിലൊന്നും ഒരു മുളം തൈയും വെച്ച് പിടിപ്പിച്ചിട്ടില്ല. ഇടുക്കിയിലും വെച്ച് പിടിപ്പിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇനി എവിടെയെങ്കിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ പറയപ്പെട്ട സ്ഥലങ്ങളിൽ വനത്തില് മുളം തൈ വെച്ച് പിടിപ്പിച്ചാൽ ആനയുടെ ഇഷ്ടഭോജ്യമാണ്. ആന അവിടെ തന്നെ നിന്നോളും, പിന്നെ മനുഷ്യവാസത്തിലേക്ക് വരില്ല. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആനയ്ക്ക്, കരടിക്ക്, കടുവയ്ക്ക്, പുലിക്ക് ഇവയ്ക്കൊക്കെ എന്ത് ആഹാരമാണ് വേണ്ടത്, അവയ്ക്ക് അതിന് സജ്ജമായ സാഹചര്യം ഒരുക്കാൻ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഉപയോഗിക്കുക. എന്തുകൊണ്ടാണ് അവരെ ഉപയോഗിക്കണമെന്ന് പറയുന്നത്? 90 രൂപ കേന്ദ്രം കൊടുക്കുമ്പോൾ 10 രൂപ മാത്രമാണ് സംസ്ഥാനത്തിന് ചെലവ്. 90:10 എന്ന പ്രപ്പോർഷനിലാണ് അതിന്റെ ചെലവ്. അപ്പൊ ആ കേന്ദ്രം തരുന്ന ആ ഫണ്ട് ഉപയോഗിച്ച് തന്നെ ഇതിൽ വലിയ ഒരു പരിധി വരെയും ഈ സൗകര്യങ്ങൾ സജ്ജീകരിക്കാവുന്നതാണ്. അങ്ങനെ ഗവൺമെന്റ് സജ്ജീകരിക്കണം എന്നാണ് ഞാൻ ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും, നമുക്കറിയാം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലത്തെ പ്രശ്നമുള്ള മേഖലകളുണ്ട്. അവിടെയൊക്കെ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ട് തന്നെ ഇത്തരം സജ്ജീകരണങ്ങൾ ചെയ്യിക്കാവുന്നതാണ്. അപ്പൊ അതിനുള്ള മറ്റ് ചെലവുകൾ, മെറ്റീരിയൽ കോസ്റ്റ് മാത്രം അതല്ലാതെ കണ്ടെത്തിയാൽ മതി. കൂലി കൊടുക്കുന്നത് കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടും എന്നുള്ളത് കൊണ്ട്. അപ്പൊ അങ്ങനെ കാർഷിക മേഖലയ്ക്ക് വേണ്ട സംരക്ഷണം ഒരുക്കുക, അതുപോലെ തന്നെ വേണ്ടത്ര ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, അവരുടെ ഇൻഷുറൻസ് ഒക്കെ എത്രയും വേഗം കൊടുക്കാൻ ശ്രമിക്കുക. ഇതിനൊക്കെയുള്ള പണം കണ്ടെത്തണം. വളരെ 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 ചെറിയ തുകകളാണ് ഓരോ ബജറ്റിലും കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അത് നിർത്തിക്കൊണ്ട് കാർഷിക മേഖല, അതായത് വ്യവസായം, കൃഷി, അതായത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, ഈ 3 മേഖലകൾക്കും ഒരുപോലത്തെ പ്രാധാന്യം കൊടുത്താൽ പോരാ. ഇത്രയധികം പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സംസ്ഥാനത്ത് കൃഷിക്കാണ് 1-ാം സ്ഥാനം കൊടുക്കേണ്ടത്. പക്ഷെ ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല. ഇവിടുത്തെ കാർഷിക മേഖലയെ ഇങ്ങനെ തരം താഴ്ത്തി കളഞ്ഞാൽ, ഇങ്ങനെ എന്താ പറയാ, അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ അവസാനം നമ്മള് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വിഷം കലർന്ന പച്ചക്കറിയും അരിയും ഒക്കെ കഴിച്ച് എങ്ങോട്ടാണ് പോവുക? ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ് കേരളത്തിലുള്ളവര്. ഇനിയും ഇതിനേക്കാൾ താഴേക്ക് പോകുന്ന ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ഇപ്പോഴെങ്കിലും നമ്മൾ പ്രിക്കോഷൻ എടുക്കേണ്ടിയിരിക്കുന്നു. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള കാര്യം ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് കാർഷിക മേഖലയെ പറ്റി പറയുമ്പോൾ. കൃഷി നമുക്ക് റീറ്റെയിൻ ചെയ്തേ പറ്റൂ. നമ്മൾ അറിയാം, 1975 8,75,000 ഹെക്ടറിൽ നെല്ല് കൃഷി ചെയ്തിരുന്ന കേരളത്തിൽ ഇപ്പോ 2 ലക്ഷം ഹെക്ടറിൽ താഴെയാണ് നെല്ല് കൃഷി ചെയ്യുന്നത്. അന്ന് 13 ലക്ഷം ടൺ അരി ഉൽപ്പാദിപ്പിച്ചിരുന്ന കേരളത്തിൽ ഇന്ന് 5 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയ്ക്ക് ടൺ അരിയാണ് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ള എല്ലാത്തരം വെജിറ്റബിൾസ് ആയിട്ടുള്ള വിഷം, അരിയുമായിട്ടുള്ള വിഷം, അങ്ങനെ എല്ലാത്തരം വിഷവും കൊണ്ടുവന്ന് അത് തന്നെ കഴിച്ച് ക്യാൻസർ പേഷ്യൻസ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പോൾ ഗവൺമെന്റ് ഇവിടെ തന്നെ പരിസ്ഥിതി ലോലമാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടുത്തെ കൃഷിയെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ബജറ്റിലൂടെ നടത്തണം. അതുപോലെ തന്നെ കൂടുതലും ജൈവ കീടനാശിനികളുടെ ഉപയോഗം, അതുപോലെ ജൈവ വളങ്ങളല്ല, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഉൽപാദനം വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് കീടങ്ങളുടെ ശല്യം ഉണ്ടാവില്ല. പക്ഷെ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നതിലാണ് പേടിക്കേണ്ടത്. അതാണ് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ളത്. അപ്പം ആ വേണ്ടത്ര ശ്രദ്ധയൊക്കെ ചെലുത്തി കാർഷിക മേഖല, നഷ്ടപ്പെട്ടു പോയ കാർഷിക പ്രതാപകാലം തിരിച്ചു പിടിക്കണം. നമ്മുടെ തോട്ടം മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ തെങ്ങ്, ഇപ്പൊ തേങ്ങയുടെ വില വർദ്ധിച്ചിരിക്കുകയാണ്. പക്ഷേ തേങ്ങ ഇല്ലാത്ത അവസ്ഥ, ഏറ്റവും കൂടുതൽ ഏരിയയിൽ തെങ്ങുള്ള കേരളത്തില് തേങ്ങ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? വേണ്ട രീതിയിൽ വളം ചെയ്യുന്നില്ല. വളം ചെയ്യണമെങ്കിൽ പൊട്ടാഷ്, ഒന്നുകിൽ ചാമ്പലിടണം, അല്ലെങ്കിൽ പൊട്ടാസിക് ഫെർട്ടിലൈസേഴ്സ് ഇടണം. അത് നമുക്ക് വാങ്ങിക്കണമെങ്കിൽ വലിയ വിലയാണ്. കർഷകർക്ക് വാങ്ങാൻ നിവൃത്തിയില്ല. അത്ര വലിയ തരത്തിലുള്ള എന്താ പറയുക, വിലക്കയറ്റം ആണ് രാസവളങ്ങൾക്ക്. അപ്പൊ രാസവളങ്ങളുടെ വിലയൊക്കെ ക്രമീകരിച്ച് കൃഷിക്ക് ലഭ്യമാകത്തക്ക രീതിയിൽ വേണ്ട നടപടികൾ ബജറ്റിലൂടെ കൊണ്ടുവരിക. കൃഷിയെ തിരികെ പിടിക്കാനുള്ള നടപടികൾ കൊണ്ടുവരിക. പാട്ടത്തിന്, അതായത് തരിശിട്ടിരിക്കുന്ന ഭൂമി മുഴുവനും പാട്ടകൃഷിയിൽ കൊണ്ടുവരുന്നതിനുള്ള
നിയമപരമായ നടപടികൾ കൈക്കൊള്ളുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യ വന്യമൃഗ സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി റിസർവ് വനങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളില് ട്രഞ്ച് വെറുതെ ട്രഞ്ച് ഉണ്ടാക്കിയാൽ പോരാ, നല്ല കോൺക്രീറ്റ് ട്രഞ്ച് വേണം ഉണ്ടാക്കാൻ. അതായത് ആനയോ മറ്റു വന്യമൃഗങ്ങളോ ചവിട്ടി കളയരുത്, മനുഷ്യരും ചവിട്ടി കളയരുത്. അങ്ങനെ നല്ല കോൺക്രീറ്റ് ട്രഞ്ച് ഉണ്ടാക്കുക. അതുപോലെ തന്നെ കർണാടകത്തിന്റെ അതിർത്തിയിൽ കെട്ടിയിരിക്കുന്ന മതില് കാണണം. അതായത് ഒരു തരം ജീവികളും, അതായത് പുലിയാകട്ടെ, കടുവയാകട്ടെ, കരടിയാകട്ടെ, ഒന്നും എടുത്തു ചാടാൻ പറ്റാത്ത രീതിയിൽ ഉയരത്തിലാണ് ഗുണ്ടൽപേട്ട്. ഒന്ന് പോയി നമ്മുടെ രാഷ്ട്രീയക്കാർ കാണണം ഗുണ്ടൽപേട്ട് കെട്ടിയിരിക്കുന്ന മതില്. ആ മതില് ചാടിക്കടക്കാൻ ഒരു മൃഗത്തിനും പറ്റില്ല. ആ തരത്തിലുള്ള നല്ല കോൺക്രീറ്റ് മതിലുകൾ കെട്ടുക. എവിടെയാ വേണ്ടതെന്ന് വെച്ചാൽ അതിനൊക്കെ വലിയ തോതിൽ കൃഷിയെ എല്ലായ്പ്പോഴും ഒരു കാർഷിക ബജറ്റ് തന്നെ വേണ്ടതാണ്. കൃഷിയെ അവോയ്ഡ് ചെയ്യുന്നതിന്, സൈഡ് ലൈൻ ചെയ്യുന്നതിന് പകരം കൃഷിക്ക് ഒന്നാമത്തെ ഊന്നൽ കൊടുത്തുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങൾ, അതിനുവേണ്ടി എങ്ങനെയാണ് പണം കണ്ടെത്തുക? എത്ര ധനപ്രതിസന്ധി ഉണ്ടെങ്കിലും ഓർമ്മിക്കുക സർക്കാരെ, അതായത് MGNREGP, അതായത് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ, പണക്കാരന്റെ പറമ്പ് കിളയ്ക്കാനല്ല തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഉപയോഗിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വൻമതിൽ കെട്ടുന്നതിന്, അതുപോലെ തന്നെ ട്രഞ്ച് നിർമ്മിക്കുന്നതിന്, ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതുപോലെ ഒരു വനം തന്നെ സൃഷ്ടിക്കുക. വനമെല്ലാം നശിച്ചു പോയിരിക്കുന്നു. അപ്പൊ അവിടെ ജലസംഭരണികൾ ഉണ്ടാക്കുക. അതായത് വളരെ ഷാലോ ജലസംഭരണികൾ. അപ്പൊ അങ്ങനത്തെ ജലസംഭരണികളിലേക്ക് മൃഗങ്ങൾക്ക് ഇറങ്ങി വന്ന് വെള്ളം കുടിച്ച് പോകാൻ പറ്റും. ആ ജലസംഭരണികളുടെ സമീപത്തായിട്ട് അവയ്ക്ക് തീറ്റിക്ക് സൗകര്യപ്രദമായ എന്തൊക്കെയാ വേണ്ടത്? ബാമ്പു എന്ന് പറഞ്ഞാൽ ഇല്ലി, അതുപോലെ തന്നെ മറ്റ് ഒരു ആനയ്ക്ക് ഒരു വാഴ തിന്നാൻ പറ്റിയ ഏതാനും ദിവസത്തെ ന്യൂട്രിയന്റ് ആയെന്ന് ഒരു ഫോറസ്റ്റ് ഓഫീസർ തന്നെ പത്രങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. അപ്പോൾ ആനയ്ക്കും അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങൾക്കും വനത്തിൽ തന്നെ ഒരു വന സൃഷ്ടി നടത്തണം. അതായത് അവയ്ക്ക് അവിടെ തീറ്റയും വെള്ളവും കിട്ടുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുക. അങ്ങനെ സൃഷ്ടിക്കുകയാണെങ്കിൽ ഈ വന്യമൃഗ സംരക്ഷണം, അതായത് മനുഷ്യ വന്യമൃഗ സംഘർഷത്തിന് ഒരുപാട് മാറ്റം ഉണ്ടാകും.